ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഒരു എഡിറ്റിംഗ് സീരീസാണ്. എൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇതിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഓക്കെ, അപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോ എങ്ങനെ എടുത്താന്ന് കാണണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ കാർഡ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്സിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെടുത്ത് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ എഡിറ്റ് ചെയ്ത് പഠിക്കുക. ഇത് നമുക്ക് ആദ്യം ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്സിലേക്ക് ഷെയർ ചെയ്യാം. ഇതിൽ ഞാൻ ചെറിയതായ കളർ കറക്ഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കുറച്ച് ക്ലാരിറ്റി കൂട്ടി, കുറച്ച് ഷാർപ്നെസ് കൂട്ടി, കളർ ലൂമിനസ് കുറയ്ക്കാം, അതുപോലെ തന്നെ ലൂമിനസ് നോയ്സ് കുറയ്ക്കാം, കുറച്ചൊന്ന് ഡീഹേസ് ചെയ്യാം. ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതറിയില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരുന്നത് നന്നായിരിക്കും. ഇനി കുറച്ചൊന്ന് കോൺട്രാസ്റ്റ് കൂട്ടി, ഹൈലൈറ്റ്സ് നമുക്ക് കുറച്ച് ഹൈലൈറ്റ്സ് ഇരിക്കട്ടെ, ഹൈലൈറ്റ്സ് കുറച്ച് കൂട്ടാം. ബ്ലാക്ക്സ് കുറക്കാം, കാരണം എനിക്ക് താഴ്ഭാഗത്തേക്ക് സെൻറ്റർ ഭാഗത്തേക്ക് കുറച്ചുകൂടി ഇരുണ്ടതായിട്ട് കിട്ടണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ബ്ലാക്ക്സ് കുറച്ച് ഷാഡോസും കുറച്ച് ടെമ്പറേച്ചർ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിതിനി ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്യണം. ലൈറ്റ് റൂമിൽ കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. അതിൽ പലതും നല്ല അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ലൈറ്റ് റൂം ഓക്കെ, ആ ഫോട്ടോ ഇപ്പോൾ ലൈറ്റ് റൂമിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും റൈറ്റിൽ താഴെ പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച കുറേ പ്രീസെറ്റ്, ആ പേരുള്ളതിനെ പോലെ തന്നെ, ഇതിലേതാണ് നല്ലതെന്ന് നിങ്ങൾ നോക്കുക. ഈ ഫോട്ടോയ്ക്ക് പറ്റുന്ന ടൈപ്പ് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഞാനിതാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തത് കൂൾ ലൈറ്റാണ്. ക്രിയേറ്റീവിൽ കൂൾ ലൈറ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി ഞാൻ ഇത് തിരിച്ച് ഒന്നുകൂടെ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്സിലേക്ക് ഷെയർ ചെയ്യാൻ പോകും. ഓക്കെ, ഇതിലിപ്പോൾ എനിക്കിനി വേണ്ടത് ഈ ഹൈലൈറ്റ്സ് കുറച്ചൊന്ന് കുറയണം. ഓക്കെ, കുറച്ച് എക്സ്പോഷർ കൂട്ടാം, കുറച്ച് കോൺട്രാസ്റ്റ്, ബ്ലാക്ക്സ് കുറച്ച് കുറയ്ക്കാം സെൻറ്റർ ഡാർക്ക് ആവാൻ വേണ്ടി. ടെമ്പറേച്ചർ ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് വൈബ്രൻസും കുറച്ച് സാച്ചുറേഷനും കൂട്ടാം. ആ ഇലേൻ്റെ ഒക്കെ കളറൊന്ന് പോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് സാച്ചുറേഷൻ കൂട്ടുന്നത്. ഓക്കെ, ഇത്ര മതിയെന്ന് തോന്നുന്നു. കുറച്ച് ഫെയ്ഡ് കൂട്ടും. ഇപ്പോൾ ലൈറ്റ് റൂമിൽ നിന്ന് എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ഇത്രയും വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അത് ഓരോ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് എഡിറ്റിംഗ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അത്രയും മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എഡിറ്റിങ്ങിനെ പറ്റി കുറച്ചുകൂടെ മനസ്സിലായി. ആദ്യത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പിനെക്കാട്ടും കുറച്ചുകൂടെ അറിവ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്ത ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ പേര് എപ്പർട്രസ് ഓഫ് ഫോട്ടോസ് എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതും കയറി നോക്കാം. അപ്പോൾ ഇനി സീ യു നെക്സ്റ്റ് ടൈം.